ഫിലിപ്പ് മമ്പാട് മാന്യനായ മോട്ടിവേഷണൽ സ്പീക്കർ. ആളെക്കുറിച്ചിട്ട് കൂടുതൽ ഇനിയിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കുറച്ച് ദിവസമായിട്ട് ന്യൂസിലാണെങ്കിലും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന മാന്യനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ഇങ്ങേര് പിന്നീട് മോട്ടിവേഷണൽ സ്പീക്കറായി. കേരളം ഏറെ ചർച്ച ചെയ്യുകയാണ് ഒരു മോട്ടിവേഷൻ സ്പീക്കറുടെ അറസ്റ്റ്, ഒരു പോക്സോ കേസിൽപ്പെട്ടുള്ള അറസ്റ്റ്, അതിൻ്റെ ഗുരുതര വശങ്ങൾ, ഒപ്പം അതിൻ്റെ നിയമ നടപടികൾ ചർച്ച ചെയ്യുകയാണ്. ഇതിനിടയിലാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇത് പുറത്തു വരുന്നത്. ഫിലിപ്പ് മമ്പാടിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. പോലീസ് ID കാർഡ് കാണിച്ചാണ് ഫിലിപ്പ് മമ്പാട് ഹോട്ടലിൽ റൂം എടുത്തത് എന്നതാണ് ലഭ്യമാവുന്ന വിശദാംശങ്ങൾ. പോലീസ് ഉദ്യോഗം രാജിവെച്ചിട്ട് ഇങ്ങേരെ പോലീസ് ID വെച്ചിട്ട് തന്നെ ഹോട്ടലിൽ റൂം എടുക്കുന്നു. എന്താ അല്ലേ? രാജിവെച്ചാലും ശരി, വെച്ചില്ലേലും ശരി, പോലീസ് ID കയ്യിലുണ്ട്, എനിക്ക് എന്തോ ആവാം. ഈ ഒരു ID കാർഡ് വെച്ചിട്ട് ഇയാൾ എന്തൊക്കെ ചെയ്ത് കൂട്ടിക്കാണും ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ID കയ്യിലുള്ള ഇങ്ങേര് ഇത് വെച്ചിട്ട് എന്തൊക്കെ ചെയ്ത് കാണുന്നുള്ളത് പക്ക ഫ്രോഡാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇയാൾ ഇപ്പോഴും തലയിൽ വെച്ച് കൊണ്ട് നടക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ കമൻറ്റ് ബോക്സൊക്കെ നോക്കിക്കഴിയുമ്പോൾ ഇപ്പോഴും ദൈവമാണ്, മാലാഖയാണ്, മാലാഖനാണ്, മറ്റേതാണെന്നും പറഞ്ഞ് നടക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട്. സ്വന്തം കുടുംബത്തിൽ ഒരുപക്ഷെ ഇങ്ങനൊരു അവസ്ഥ വന്നിരുന്നെങ്കിൽ നിങ്ങൾ ഇയാളെ ദേവനും മാലാഖയും ദൈവമൊക്കെ ആക്കുമായിരുന്നോ? നിങ്ങളുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചേനെ അല്ലേ? ഇതിപ്പോൾ സ്വന്തം കുടുംബമല്ല, ഞങ്ങളുടെ ആരുമല്ല, ആരാൻ്റെ കുടുംബം ആയതുകൊണ്ട് നമുക്ക് പിന്നെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്താൽ മതി. സ്വന്തം കുടുംബത്തിൽ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ തല്ലിക്കൊല്ലണോ, കൈകളും തല്ലി ഓടിക്കണോ, അല്ലെങ്കിൽ തന്തയ്ക്ക് വിളിക്കണോ, അല്ലെങ്കിൽ തള്ളയ്ക്ക് വിളിക്കണോ എന്ന് ആലോചിക്കാം. 16 വയസ്സുള്ള പെൺകുട്ടിയെ വലിയൊരു നല്ല വെള്ള ചമഞ്ഞ് ഇമാതിരി തെണ്ടിത്തരം കാണിച്ചിട്ട് ഇപ്പോഴും ഇതുപോലെയുള്ള നാരികളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത്. അതിജീവിതയുടെ വീട്ടിൽ പോയി ഫിലിപ്പ് ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നുവെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് എന്നതാണ് സാഹചര്യം. അതായത് സംസ്ഥാനത്ത് ഒരു മോട്ടിവേഷൻ സ്പീക്കർ ഒരു കുട്ടിയെ, പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയെ പീഡിപ്പിച്ച നിർണായകമായ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തു വരുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഈ റിമാൻഡ് റിപ്പോർട്ടിൽ അതിലും ഗുരുതരമായ ചില വശങ്ങൾ കൂടി ഉൾപ്പെടുന്നു എന്നതാണ്. ആ പെങ്കൊച്ചിൻ്റെ വീട്ടിൽ പോയിട്ട് പൈസ കൊടുത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ ചെയ്ത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ശ്രമിച്ചിട്ടുണ്ട്. ഇയാളുടെ ഭാര്യ എന്ന് പറയുന്ന ആൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊന്നും ഡിവോഴ്സ് ആയിട്ടില്ല, ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ജീവിതം, ഒരുമിച്ച് തന്നെയാണ് താമസം എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ പെങ്കൊച്ചിനെ വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ ആ വീട്ടിലുണ്ടായിരുന്നു. നിങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിലാണല്ലോ താമസം. അപ്പം നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഈ പെങ്കൊച്ചിനെ വീട്ടിലോട്ട് കൊണ്ടുവന്നത്. പറയുമ്പം അല്ലെങ്കിൽ സംസാരിക്കുമ്പം ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് ചോദ്യമായിട്ട് വരും. 2024 ഡിവോഴ്സായ നിങ്ങൾ വീണ്ടും വക്കീൽ പറഞ്ഞതിൻ്റെ പേരിൽ ഇമാതിരി തെണ്ടിത്തരം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഭാര്യയാണ്, ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടല്ല, ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞു വന്ന് മീഡിയാസിൻ്റെ മുന്നിൽ കരയുമ്പോൾ ആലോചിക്കണം. അങ്ങോട്ട് ചോദ്യങ്ങൾ വരുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് കൊടുക്കാനുള്ള ഉത്തരങ്ങൾ കൂടെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഇയാളെ മാത്രമല്ല, കുടുംബം മൊത്തം ഉടായിപ്പാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് പിന്നെ എന്തോന്ന് പറയാം. ഡിവോഴ്സായിട്ട് വേറൊരുത്തൻ്റെ കൂടെ താമസിക്കുന്ന ഈ പെണ്ണമ്പിള്ള വന്നിട്ട് ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല, ഞങ്ങൾ ഒരുമിച്ചാണ് താമസം എന്നൊക്കെ പറയുമ്പോൾ എന്തുവാ പറയേണ്ട? ഉടായിപ്പ് എന്നല്ലാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമോ? അനുമോദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനുമോദ്, റിമാൻഡ് റിപ്പോർട്ടിന്റെ ഗുരുതരമായ വിഷയം നിലവിൽ പോലീസിൽ നിന്നും VRS എടുത്ത ഫിലിപ്പ് മമ്പാട് പോലീസിന്റെ ID കാർഡ് ദുരുപയോഗം ചെയ്തു എന്നതാണ്. അങ്ങനെയെങ്കിൽ ഇതെങ്ങനെ സാധ്യമായി എന്ന ഗുരുതരമായ വിഷയങ്ങളിലേക്കൂടി അന്വേഷണം പോകേണ്ടി വരും. ഒപ്പം ഈ റിമാൻഡ് റിപ്പോർട്ടിലുള്ള മറ്റ് കണ്ടെത്തലുകൾ, പോലീസിന്റെ വിലയിരുത്തലുകൾ അതെങ്ങനെയാണ്? സജിത്ത്, ഫിലിപ്പ് മമ്പാടിന്റെ റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുട്ടിയുമായിട്ട് ഇദ്ദേഹം മുറിയെടുത്തത് പോലീസിന്റെ ID കാർഡ് ഉപയോഗിച്ചാണ് എന്നുള്ളതാണ്. അതായത് VRS എടുത്ത് സർവീസിൽ നിന്ന് പുറത്തുപോയ ഉദ്യോഗസ്ഥനായിരുന്ന ഫിലിപ്പ് മമ്പാട് താൻ ഇപ്പോഴും പോലീസിലുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് മുറിയെടുത്തത് എന്ന് വേണം കരുതുവാൻ. അങ്ങനെയാണെങ്കിൽ ഒരു വ്യാജ ID കാർഡ് അദ്ദേഹം ഇതിനോട് ഉപയോഗിച്ചു എന്ന ചോദ്യമാണ് ഉയരുന്നത്. സാധാരണ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുമ്പോൾ
പിരിഞ്ഞു പോരുമ്പോൾ ID കാർഡ് തിരിച്ചു കൊടുക്കേണ്ടതാണ്. എന്നാൽ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് ഇങ്ങനെ ID കാർഡ് തിരിച്ചു കൊടുത്തിട്ടില്ലേ? അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇങ്ങയുടെ കയ്യിലിരിക്കുന്നത്? ഇതൊക്കെ അന്വേഷിക്കണം. ID കാർഡ് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ എന്ത് പ്രിവിലേജ് ആണ് ഇങ്ങേർക്ക് മാത്രം അവിടെ ഉള്ളത്? അദ്ദേഹം കൊടുത്തോ ഇല്ലയോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. അതല്ലെങ്കിൽ കൊടുത്തെങ്കിൽ ഒരു വ്യാജ ID കാർഡ് അദ്ദേഹം ഉണ്ടാക്കി അത് ഈ ഒരു മുറിയെടുക്കാനുള്ള ആവശ്യത്തിനായി ഉപയോഗിച്ചു എന്ന് വേണം കരുതുവാൻ. എന്താണെങ്കിലും ഇത് റിമാൻഡ് റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു പരാമർശമുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനമായി മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് മനഃപൂർവ്വം ഈ ഒരു ലൈംഗിക ഉദ്ദേശത്തോടെ ഈ കുട്ടിയെ കൊണ്ടുപോയി രക്ഷിതാക്കളുടെ സമ്മതമില്ലാതെ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളതാണ്. ഈ കുട്ടിയുടെ സംരക്ഷണ ചുമതല രക്ഷിതാക്കൾ താൽക്കാലികമായി ഫിലിപ്പ് അമ്പാടിനെ ആയിരുന്നു ഏൽപ്പിച്ചിരുന്നത് കൗൺസിലിംഗിന്റെ ഭാഗമായിട്ട്. ഇതിൽ ഉത്തരവാദിത്വമുള്ള ഈ കുട്ടിയുടെ സംരക്ഷണ ചുമതലയിലുള്ള ഇരിക്കെയാണ് ഫിലിപ്പ് അമ്പാട് ഈ കുട്ടിയെ ഇത്തരത്തിൽ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നത് എന്നതാണ് ഈ ഒരു റിമാൻഡ് റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ലൈംഗികമായി ഉപയോഗിക്കണമെന്ന ഉദ്ദേശത്തോടെ കരുതിക്കൂട്ടി പെൺകുട്ടിയെ കൊണ്ടുപോയതാണ് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നത്. ഇത് ഈ ഒരു സംരക്ഷണ എന്ത് വിശ്വസിച്ചിട്ടാണ് ഇവൻ്റെ കൂടെയൊക്കെ പെൺപിള്ളേരെ ഒരു പ്രിക്കോഷൻസും കൊടുക്കാതെ രക്ഷിതാക്കൾ പറഞ്ഞു വിടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ നാറി, നിനക്കൊരു മോളില്ലേ? ആ കൊച്ചിനെയാണ് വേറെ ആരെങ്കിലും ഇതുപോലെ ചെയ്തിരുന്നെങ്കിൽ മോൻ നിന്ന് കൈയും കെട്ടി നോക്കി നിന്ന് ചെയ്തോ എന്ന് പറയോ? ഇല്ലല്ലോ. നീ അവിടെ നിന്റെ ഇൻഫ്ലുവൻസും കോപ്പും മണ്ണാങ്കട്ടൊക്കെ കാണിക്കത്തില്ലേ? കണ്ടവൻ്റെ മോനോട് നിനക്ക് എന്തും കാണിക്കാം. സ്വന്തം മോളുടെ അടുത്ത് വരുമ്പോൾ താൻ ചെകുത്താനായി മാറുമായിരിക്കുമല്ലോ. ഇപ്പോഴും കുറേ എണ്ണം നടക്കുന്നുണ്ട്. ഇങ്ങേരെ മനഃപൂർവ്വം ആരോപെടുത്തിയതാണ്. ഇങ്ങേരെ അങ്ങനെ ചെയ്യത്തില്ല. പുണ്യാളനാണ്, പുണ്യാളൻ. ഇത്തരത്തിലൊരു കൃത്യം ചെയ്തത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇദ്ദേഹത്തിന് ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടിയുള്ള ജാമ്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ജാമ്യം അനുവദിക്കരുതെന്നാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ് ഫിലിപ്പ് അമ്പാട്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ ഒട്ടേറെ ആരാധകരെയും അണികളെയൊക്കെ സൃഷ്ടിച്ച ഒരാൾ. അപ്പോൾ അത്തരത്തിലൊരാൾക്ക് ജാമ്യം നൽകിയാൽ അത് ഈ കേസിനെ ബാധിക്കും. അത് ഈ പരാതിക്കാരിയും സാക്ഷികളെയും സ്വാധീനിക്കാനിടയുണ്ട്. ഇദ്ദേഹം വിദേശത്തേക്ക് കടന്നു പോകാൻ സാധ്യതയുണ്ട്. എന്നീ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ജാമ്യം നൽകരുത് എന്ന ഒരു കാര്യമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നത്. എന്നാണെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തായാലും ജാമ്യം കിട്ടും. അത്രയും നാളെങ്കിൽ ഈ നാറി അകത്ത് കിടക്കട്ടെ. വാദിക്കരുത് ഈ നാറിക്ക് വേണ്ടിയിട്ട് ഒരുത്തനും. തെമ്മാടിത്തരം കാണിച്ചിട്ട് ജാമ്യം എടുത്ത് നാട്ടിലിറങ്ങിയിട്ട് വീണ്ടും ഈ തെണ്ടിത്തരം കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ? അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ. ഇതേ തെണ്ടിത്തരം വീണ്ടും കാണിക്കും. ഈ ചൊട്ടയിലെ ശീലം ചൊടല വരെ എന്ന് പറഞ്ഞ പോലെയാണ് ചിലവന്മാരുടെ കാര്യത്തിൽ. ഇതേ തെണ്ടിത്തരം ഇവൻ ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് അവിടെ കാണിക്കും. ഇവൻ്റെ ID കാർഡ് ഒറിജിനൽ ആണോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇവൻ ഈ ID കാർഡ് വെച്ചിട്ട് വേറെ എന്തൊക്കെ തെണ്ടിത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ശരി എന്നാൽ.